ഹലോ, ഷമ്മുകുളവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ വീഡിയോ, അതായത് ഞാൻ മൈസൂരിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന വഴി വയനാട്ടിൽ ഒരു ദിവസം തങ്ങി. അപ്പോൾ അവിടെ കണ്ട കുറച്ച് കാഴ്ചകൾ, ഞാൻ കണ്ട ഒരു മഡ് ഹൗസ്, അങ്ങനെയുള്ള കുറച്ച് ക്ലിപ്പിങ്സ് എൻ്റെ മൊബൈലിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വീഡിയോ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ഒരു കാപ്പിക്കടയാണ് അവരുടേത്. കട്ടനും സുഖിയനും കിട്ടുന്ന കാപ്പിക്കട. സുഖിയനും കഴിച്ചു, കട്ടനും കുടിച്ചു. നല്ല തിരക്കുള്ള കടയാണെന്ന്. ഞങ്ങൾ ചെന്നപ്പോൾ മഴയാണ്, അതുകൊണ്ട് വലിയ തിരക്കില്ല. പിന്നെ ഘോര വനമെന്ന് പറയാം. 4 വശവും കടുവ, പിന്നെ ആന, കാട്ടുപോത്ത്, ഇങ്ങനെയുള്ള മൃഗങ്ങളുള്ള വനത്തിൻ്റെ നടുക്കുള്ള വീട്. ശരിക്കും നമുക്കൊക്കെ പേടിയാണ് കേട്ടോ. പക്ഷേ അവിടെയുള്ളവർ അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് പോയതുകൊണ്ട് അവർക്കതൊരു വിഷയമില്ല. പകൽ ജീപ്പിൽ കൂടി ഇതിനകത്തൂടെ ഒക്കെ ഒന്ന് കൊണ്ടുപോയി കേട്ടോ. അന്നേരം ആനയൊന്നും കണ്ടില്ല, ആനപ്പിണ്ട റോഡിലുണ്ടായിരുന്നു. പക്ഷേ രാത്രിയിലാണ് ഞങ്ങൾ ഈ വനത്തിൽ കൂടി വീട്ടിലേക്ക് വന്നത്. ആ സമയത്ത് റോഡ് സൈഡിൽ നമ്മൾ വന്ന ആ റോഡ് സൈഡിൽ കാട്ടുപോത്ത് 3-4 കണ്ടു കേട്ടോ. അല്ലാതെ ഒന്നും കണ്ടില്ല. കാരണം ഒരു 5 മണി എങ്ങാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബൈക്കിലൊന്നും അതുവഴി യാത്ര ചെയ്യില്ല. ആനയാണെങ്കിലും അപകടകാരികളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മഡ് ഹൗസ്. ഇത് കൂടുതലും വിദേശികളാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. 2 ബെഡ്റൂമാണ് ഉള്ളത്. ഇത് മണ്ണ്, ഭിത്തിയൊക്കെ മണ്ണ്, മേൽക്കൂര മൊത്തം വൈക്കോല്. ഏത് വലിയ മഴ പെയ്താലും, നല്ല മഴയുള്ള സമയത്താണ് ഞാൻ ചെന്നത്, ഒരു തുള്ളി വെള്ളം അകത്ത് വീഴുക. എന്നിട്ട് ചാണകം കൊണ്ട് മെഴുകിയ തറ. നല്ല സെറ്റപ്പാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ വലിയ 7 സ്റ്റാർ ഹോട്ടലിലെ AC റൂം എന്ന് പറഞ്ഞതുപോലെയാണ് ഉള്ളിലുള്ള സജ്ജീകരണങ്ങളെല്ലാം. ഹീറ്റർ ഉൾപ്പെടെ എല്ലാ സജ്ജീകരണവും ഉള്ളിലുണ്ട്. തറയൊക്കെ മെഴുകിയിട്ട് മാറ്റിട്ടിരിക്കുകയാണ്. ഇതൊക്കെ സ്ഥിരം വിദേശികൾ വന്ന് താമസിക്കുന്നതാണ്. വിദേശികൾ വന്ന് താമസിക്കുമ്പോൾ എനിക്കൊന്ന് അവരുടെ ഹോംലി ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. മാമ്പഴപ്പുളിശ്ശേരി അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഉണ്ടപ്പുട്ട്, അതായത് നമ്മുടെ നാട്ടിലെ കൊഴുക്കട്ട, മധുരമില്ലാത്ത കൊഴുക്കട്ട. പിന്നെ കൊഴുക്കട്ട എനിക്ക് തോന്നുന്നത് പുട്ടുപൊടി, കുറച്ച് തരിയുള്ള പൊടി കൊണ്ടുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അതിനുമായിരിക്കും ഉണ്ടപ്പുട്ടെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയും അത്ര നൈസായിട്ടുള്ള പൊടി കൊണ്ടുണ്ടാക്കിയ മറ്റൊരു കൊഴുക്കട്ടയുടെ രൂപത്തിലുള്ള മറ്റൊരു സാധനം. പിന്നെ ഒരു ഉപ്പുമാവ്, ഒരു റൈസിൻ്റെ ഉപ്പുമാവാണ്. അതെനിക്ക് നമ്മുടെ ജീരകശാല റൈസ് പോലുള്ള ഒരു ചെറിയ റൈസായിട്ടാണ്. ഇതെല്ലാം മുളയും കവുങ്ങിൻ്റെയും കൂടി തടി കൊണ്ടുള്ള മേൽക്കൂര. എന്നിട്ട് അതിനൊക്കെ മുളയ്ക്കെല്ലാം പോളിഷ് അടിച്ചിരിക്കുന്നത്. ഇതൊക്കെ എനിക്കൊന്ന് വനത്തിൽ നിന്ന് കൊണ്ടുവരുന്ന മുള തന്നെയാണ്. പിന്നെ ഭിത്തിയൊക്കെ ഇതുപോലെയുള്ള പെയിൻറ്റിങ്സ്. എന്തായാലും സൂപ്പറാണ് കേട്ടോ. അത് ഒരു ശകലം AC ഒന്നും ആവശ്യമില്ല അതിനകത്ത്. മേൽക്കൂര മൊത്തം വൈക്കോല്. അപ്പോൾ മെയിൻ്റനൻസിന് എനിക്കൊന്നും നല്ല ചിലവ് വരും. ജനലെന്ന് പറയുന്നത് മുളകും ഇങ്ങനെ മെടഞ്ഞെടുത്താന്ന് പറയുക അല്ലേ, അങ്ങനെയുള്ള ജനൽ. അങ്ങനെ സെറ്റപ്പാണ് കേട്ടോ, സൂപ്പർ. ബാത്റൂമൊക്കെ അതെ, നമ്മുടെ ഇപ്പോഴത്തെ പുതിയ സെറ്റപ്പ് ബാത്റൂം പോലെ തന്നെ അങ്ങനെയുള്ള സജ്ജീകരണങ്ങളെല്ലാം ബാത്റൂമിലുണ്ട്. ബെഡിൽ തുണിയൊക്കെ ഇട്ട് ഇത്തിരി അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. ഇതാണ് ഒരു റൂം, വലിയൊരു റൂമാണ്. ഫുഡ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു മൺപാത്രത്തിലാണ്. ചട്ടി ഉണ്ടല്ലോ, ചട്ടിയിലും അങ്ങനെയുള്ള പാത്രത്തിലൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നത്. വിദേശികൾക്ക് അവർ കൊടുക്കുന്ന ഫുഡ് പറഞ്ഞത് അവർ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്, അത് ഈ ഉണ്ടപ്പുട്ട് പോലുള്ള സാധനങ്ങൾ, പിന്നെ ഒട്ടും സ്പൈസി അല്ലാത്ത കറികൾ അങ്ങനെ വേണമെന്ന് പറയും. അപ്പോൾ അത് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ മാങ്ങ, ഞാൻ പറയും എത്ര മാവാണോ അത് നിറയെ മാങ്ങ. നാട്ടുമാങ്ങയൊക്കെയാണ് കൊഴിഞ്ഞ് വീണിട്ട് മാവിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ അങ്ങ് കിടക്കുക, ഇഷ്ടം പോലെ. എനിക്കത് കണ്ടിട്ട് നല്ല മഴയാണ്, എനിക്ക് മൊത്തത്തിൽ വാരിക്കൂട്ടിക്കൊണ്ട് വന്നാലെന്ന് ഞാൻ വിചാരിച്ചു. ഇതാണ് ഉണ്ടപ്പുട്ട്. ഇത് കൊഴുക്കട്ട, മധുരം ചേർക്കാത്ത കൊഴുക്കട്ട പോലെ ഇരിക്കുന്നത്. അതിന് തന്ന കറി ഉണ്ടപ്പുട്ടിനാണെന്ന് തോന്നുന്നു പരിപ്പ് കറിയാണ് തന്നത്. പിന്നെ ഇത് ഒന്ന് പന്നി കറി വെച്ചതും ചിക്കനുമാണ്. ഇതാണ് ഉപ്പുമാവെന്ന് പറഞ്ഞ് തന്നത്. മറ്റൊന്നുമില്ല. ആ ജീരകശാല റൈസ് പോലെ ഒരു റൈസ് അവർ തന്നെ കൃഷി ചെയ്തെടുക്കുന്നതാണ്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. കറിയൊക്കെ ആണെങ്കിലും അടിപൊളി കിടിലനായിരുന്നു. ചിക്കൻ കറി അതെ, പന്നിക്കറി അതെ, എല്ലാം സൂപ്പറായിരുന്നു, സൂപ്പർ. ഇതിങ്ങനെ കടുക് വറുത്തിട്ട് ഇങ്ങനെ കണ്ടില്ലേ ഇട്ട് അതിനകത്തിട്ടെടുത്താണെന്ന്. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇനി യൂട്യൂബിലൊക്കെ നോക്കിയാൽ അറിയാം. സൂപ്പറായിരുന്നു കേട്ടോ, സൂപ്പർ. എല്ലാം കഴിച്ചു.
ശരിക്ക് ഇതൊക്കെ ഒരു വലിയ അനുഭവമായിട്ടാണ് ഞാൻ കരുതുന്നത്, എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ട്. ഇത് കണ്ടില്ലേ, ഇത് നാട്ടുമാങ്ങയാണ്. ഇത് ശരിക്കും മാമ്പഴപ്പുളിശ്ശേരിക്ക് മാത്രം പറ്റുന്ന വലിയ മധുരമില്ലാത്തതാണ്. അതെന്തേരിയ കൊഴിഞ്ഞ് വീണ് ആർക്കും വേണ്ട, വേറെ ആരും ഇവിടെ പെറുക്കാൻ വരികയല്ലോ. അപ്പോൾ ഇതിങ്ങനെ കൊഴിഞ്ഞ് വീണ് മാവിൻ്റെ ചൂട് നിറയെ കിടക്കുക. അപ്പോൾ കുടയൊക്കെ വെച്ചിട്ട് കണ്ടോ, ഒരു ബക്കറ്റ് നിറയെ പറക്കി അതും കൊണ്ട് ഞാൻ നാട്ടിലെത്തി. കുറേ ഏതൊക്കെ ടൈപ്പ് മാവാണെന്നറിയുമോ, എല്ലാം നിറയെ ഇല കാണാത്ത പോലെ കായ്ച്ച് നിൽക്കുക. കുറച്ചല്ലാത്ത പല സൈസ് മാങ്ങ ഒക്കെ പറിച്ചൊക്കെ തന്നു വിട്ടു കേട്ടോ. എല്ലാമൊക്കെ നാട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചു. അല്ലാത്തതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തു. എല്ലാവരും മാമ്പഴ പുളിശ്ശേരി ഇഷ്ടം പോലെ വെച്ച് കൂട്ടി.